ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ CITU ആലത്തൂർ ഡിവിഷൻ സമ്മേളനം കാവശ്ശേരി NSS ഹാളിൽ വിവിധ പരിപാടികളോടെ നടന്നു. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണം, സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തൽ, ക്ഷേമ പദ്ധതികളുടെ വിപുലീകരണം എന്നിവ ചർച്ചയായ സമ്മേളനത്തിൽ യൂണിയൻ പ്രവർത്തകരും ഭാരവാഹികളും പങ്കെടുത്തു. സമ്മേളനം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K. ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തൊഴിൽ നോക്കാൻ ഒരു ഇടം ഉണ്ടാകുമെന്ന വിശ്വാസം ഞങ്ങളെപ്പോലുള്ള തൊഴിലാളി നേതൃത്വത്തിൽ നിൽക്കുന്ന സഹാക്കൾക്കില്ല. കാരണം അതിരൂക്ഷമാണ് നമ്മുടെ പ്രശ്നങ്ങൾ. അതിനേക്കാൾ ഉപരി ആ രൂക്ഷത കൂടുതൽ വർദ്ധിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ തൊഴിലെടുക്കുന്ന മേഖലകളിൽ ഒന്ന് കാർഷിക മേഖലയാണ്. കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളും തൊഴിൽ മേഖലയുമായി കണ്ടെത്തി ഉപജീവനം നടത്തുന്ന പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ മേഖലയാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ മാത്രമല്ല, ടാക്സി തൊഴിലാളികൾ, ഡംബർ തൊഴിലാളികൾ, അതേപോലെ തന്നെയാണ് 6 ചക്രം മുതൽ 18, 20, 32 ചക്രം വരെയുള്ള വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളിലെ തൊഴിലാളികൾ, അവർക്ക് ഇന്ധനം പിടിച്ചു കൊടുക്കുന്ന പെട്രോൾ ബങ്കുകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, സ്പെയർ പാർട്സ് വിൽക്കുന്ന സ്ഥലം, സ്പെയർ പാർട്സ് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം, അതേപോലെ തന്നെ ആ കേടുപാട് നിൽക്കുന്ന വർഷാപ്പിലേക്ക് തൊഴിലാളികൾ ഉൾപ്പെടെ കണക്ക് നോക്കിയാൽ കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ മേഖല നമ്മുടേതാണ്. പലപ്പോഴും നമ്മുടെ വലിപ്പം നമുക്ക് തന്നെ അറിയില്ല. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഈ രാജ്യം ചലനാത്മകമാകണമെങ്കിൽ നമ്മുടെ ഓട്ടോറിക്ഷ പോകണം. ഓട്ടോ ടാക്സി തൊഴിലാളികൾ നേരിടുന്ന വിവിധ വെല്ലുവിളികളെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയും ശക്തമായ സംഘടനാ ഇടപെടലുകളിലൂടെയും അതിജീവിക്കാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിലാളികളുടെ അവകാശങ്ങളും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. K. രജനീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ഉണ്ണികൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും രതീഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. തുടർന്ന് യൂണിയന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് VV കുട്ടിക്കൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘടനയുടെ വളർച്ച, അംഗത്വ വിപുലീകരണം, തൊഴിലാളി ക്ഷേമ പ്രവർത്തനങ്ങൾ, ഭാവി പ്രവർത്തന ദിശകൾ എന്നിവ സംബന്ധിച്ച് രാധാകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. C. ഭവദാസൻ, N. രാജേഷ്, T. വേലായുധൻ, AV ബാബു എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. UTV ന്യൂസ്, പാലക്കാട്.